ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. 3 പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വാർത്താലാബ് എന്ന പേരിൽ മാധ്യമശില്പശാല തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പുതിയ നിയമങ്ങളുടെ പ്രയോജനവും ഉപയോഗവും സാധ്യതയും തിരിച്ചറിഞ്ഞ് ഇത് ജനങ്ങളിലെത്തിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കണമെന്നും വി പളനിച്ചാമി പറഞ്ഞു. കേരള പോലീസ് DYSPമാരായ ദിനിൽ JK, DK പൃഥ്വിരാജ് എന്നിവർ മാധ്യമപ്രവർത്തകർക്കായി ക്ലാസുകൾ നയിച്ചു. ക്ലാസുകൾക്ക് ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കും ഇവർ മറുപടി നൽകി. സമകാലിക വെല്ലുവിളികളെ സമഗ്രമായി അഭിസംബോധന ചെയ്ത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023, ഭാരതീയ ന്യായ സംഹിത 2023, ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 എന്നീ 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ പാർലമെന്റ് പാസാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വിവിധ നോഡൽ ഓഫീസർമാർ, അസിസ്റ്റന്റ് നോഡൽ ഓഫീസർമാർ, മറ്റുദ്യോഗസ്ഥർ എന്നിവരെ ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് അനുമോദിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഉദ്യോഗസ്ഥർക്ക് കളക്ടർ പ്രശംസാപത്രം സമ്മാനിച്ചു. ഉദ്യോഗസ്ഥർ നന്നായി പരിശ്രമിച്ചതിൻ്റെ ഫലമായാണ് ജില്ലയിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഭംഗിയായി നടത്താൻ സാധിച്ചതെന്ന് കളക്ടർ പറഞ്ഞു. പരിശീലന കാലയളവ് പൂർത്തിയാക്കിയ അസിസ്റ്റന്റ് കളക്ടർ അഖിൽ വി മേനോനെയും കളക്ടർ ചടങ്ങിൽ അനുമോദിച്ചു. ചടങ്ങിന് ശേഷം സിവിൽ സ്റ്റേഷൻ ഗേറ്റിന് സമീപം കളക്ടറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ മരത്തൈകൾ നട്ടു. മഹാകവി വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ 113ാം ജന്മദിനത്തിന്റെ ഭാഗമായി ഓർമ്മക്കൊയ്ത്തെന്ന പരിപാടി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. വൈലോപ്പിള്ളി സംസ്കൃതി ഭവനും പുരോഗമന കലാസാഹിത്യ സംഘവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഉപദേശക സമിതി അംഗം ഡോക്ടർ സാബു കോട്ടയ്ക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ വൈസ് ചെയർമാൻ GS പ്രദീപ് അധ്യക്ഷത വഹിച്ചു. പരിപാടിയുടെ ഭാഗമായി വൈലോപ്പിള്ളി കവിതകളുടെ കാവ്യാർച്ചന നടത്തി. തുടർന്ന് വൈലോപ്പിള്ളി കവിതകളുടെ ദൃശ്യാവിഷ്കാരം കുട്ടികളുടെ നാടകവേദിയായ വെഞ്ഞാറമൂട് രംഗപ്രഭാത് അവതരിപ്പിച്ചു. 61ാമത് സംസ്ഥാനതല ഓപ്പൺ ഫെഡറേറ്റഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരത്ത് നടന്നു. G. കാർത്തികേയൻ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെയും ചെസ് അസോസിയേഷൻ ഓഫ് ട്രിവാൻഡ്രത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചെസ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. ഈ മാസം 10 മുതൽ 13 വരെ മണക്കാട് ഓക്സ്ഫോർഡ് സ്കൂളിൽ നടന്ന ഓപ്പൺ ചെസ് ചാമ്പ്യൻഷിപ്പിൽ സംസ്ഥാന തലത്തിലുള്ള 200-ലധികം മത്സരാർത്ഥികൾ പങ്കെടുത്തു. ദേശീയ ചാമ്പ്യൻഷിപ്പിനുള്ള സെലക്ഷൻ ചാമ്പ്യൻഷിപ്പ് കൂടിയാണിത്. അടുത്ത മാസം 13 മുതൽ 15 വരെ തിരുവനന്തപുരത്ത് ചേരുന്ന ലോക കേരള സഭയുടെ 4ാം സമ്മേളനത്തിന്റെ നടത്തിപ്പിനായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. മന്ത്രിമാരായ GR അനിൽ, V. ശിവൻകുട്ടി, നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ P. ശ്രീരാമകൃഷ്ണൻ, പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ എന്നിവരാണ് രക്ഷാധികാരികൾ. സമിതിയുടെ ചെയർമാനായി ET ടൈസൺ മാസ്റ്റർ MLA തെരഞ്ഞെടുത്തു. ആറ്റിങ്ങൽ മങ്കാട്ടുമൂല വേങ്ങോട് റോഡിൽ മങ്കാട്ടുമൂല മുതൽ സായി ഗ്രാമം വരെയുള്ള ഭാഗത്ത് ഓട നിർമ്മാണവും റോഡിന്റെ അറ്റകുറ്റപ്പണികളും നടക്കുന്നതിനാൽ ഈ മാസം 25 വരെ ഇതുവഴിയുള്ള ഗതാഗതത്തിന് പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. ആറ്റിങ്ങൽ ഭാഗത്തു നിന്ന് മങ്കാട്ടുമൂല വഴി വേങ്കോട് പോകേണ്ട വാഹനങ്ങൾ 16ാം മൈൽ വഴി വേങ്കോട്ടേക്ക് പോകണം. തിരുവനന്തപുരം ഭാഗത്തു നിന്ന് മങ്കാട്ടുമൂലയിലേക്ക് പോകുന്ന വാഹനങ്ങൾ 16ാം മൈൽ ചെമ്പകമംഗലം വഴി മങ്കാട്ടുമൂലയിലേക്കും പോകേണ്ടതാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് വ്യക്തമാക്കി. ജില്ലാ വൃത്താന്തം സമാപിച്ചു.